1 കോടി രൂപയുടെ വജ്രമോതിരത്തെക്കാൾ വില കൂടിയതാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു സാധാരണ മരക്കഷ്ണം എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമാണ്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വജ്രം വളരെ നിസ്സാരമാണ്. കാർബണിന്മേൽ കടുത്ത ചൂടും മർദ്ദവും ഏൽക്കുമ്പോൾ അത് വജ്രമായി മാറുന്നു. സ്പേസിൽ കാർബൺ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ യുറാനസിലും നെപ്റ്റ്യൂണിലുമൊക്കെ വജ്രം മഴയായിട്ടാണ് പെയ്യുന്നത്. പക്ഷേ ഒരു മരക്കഷ്ണം ഉണ്ടാകണമെങ്കിലോ അതിന് ജീവൻ നിലനിൽക്കുന്ന ഒരു ഗ്രഹം വേണം. ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കണം. സൂര്യപ്രകാശം വേണം. ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമം വേണം. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ വജ്രം എവിടെ വേണമെങ്കിലും കിട്ടും. പക്ഷേ മരം നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ വൃക്ഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ മാനവരാശി ഇന്നേ വരെ അങ്ങനെ ഒരു ഗ്രഹത്തെ നമ്മുടെ സമീപത്തെങ്ങും കണ്ടിട്ടില്ല. ഇനി കുറേ പ്രകാശവർഷങ്ങൾക്കകലെ അങ്ങനെ ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അവിടെ പോകാനുള്ള ഒരു യാത്രാ സംവിധാനവും മനുഷ്യൻ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. വെറും ഒരു പ്രകാശവർഷം അകലേക്ക് പോലും പോകാനുള്ള ശേഷി ഇന്ന് മനുഷ്യനോ അവൻ കണ്ടുപിടിച്ച യാത്രാ സംവിധാനങ്ങൾക്കോ ഇല്ല എന്നതുകൂടി ഓർക്കുമ്പോഴാണ് നാം ഇന്ന് നിസ്സാരമായി കാണുന്ന ഈ വൃക്ഷങ്ങൾ എത്രത്തോളം വിലപിടിപ്പുള്ളതാണ് എന്ന് ചിന്തിച്ചു പോകുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.